ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് പനിയനൊന്ന് നാട്ടിൽ പോയിരുന്നേ. ഇതാ വന്നു എന്ന് പറഞ്ഞൊരു പോക്കും വരവും 15 ദിവസത്തിന് വേണ്ടിയിട്ടാണ് പോയിരുന്നത്. അപ്പോൾ ഓൻ എന്തൊക്കെ കൊണ്ടുവന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ പച്ച മീൻ നല്ല വായൻ്റെലേ പൊതിഞ്ഞ് കൊണ്ടുവന്നിരുന്നു കേട്ടോ. പച്ച മീൻ ഇത് ഓൻ കൊണ്ടുവന്നതല്ല. ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ആൾ പറയും ഞാനല്ലേ എനിക്കിത് കൊണ്ടുവന്ന് തന്നെന്ന്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കി തരും ചെയ്യാം കേട്ടോ. ഇത് അമ്മായിയുടെ മകള് ഓളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും കൂടി തന്നിട്ടുണ്ടായിരുന്നേ. മാന്തളായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അത് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ വേഗം പൊരിച്ചതാക്കിയിരുന്നു കേട്ടോ. കുറേ ദിവസമായിട്ട് വീട്ടിൽ നിന്നൊക്കെ അമ്മ വിളിക്കുമ്പോൾ നല്ല പച്ചമീൻ മാന്തൾ കിട്ടുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാന്തൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കാണെങ്കിലും കാക്കൂനും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മാന്തൾ കിട്ടിയപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് നല്ല പൊലിവായിരുന്നു. അത് അപ്പം തന്നെ ഞങ്ങൾ ചൂടാക്കിയിട്ട് ചോറ് ഞാനിങ്ങനെ മീനുണ്ടെന്ന് രാവിലെ അതിന് മന്മാട് പോയിട്ട് മന്മാട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ കോപ്പർക്കാവിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക ചെയ്തിട്ടോ. അവിടുന്ന് 2 മണിക്കൂറുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൻ അവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനുണ്ട്, അപ്പോൾ മീൻ കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾ റെഡി ആയിക്കോളി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. റെഡി ആയിക്കോ മീൻസ് ചോറും കൂട്ടാനൊക്കെ ആക്കിക്കോന്നാട്ടോ അതിനർത്ഥം. അപ്പോൾ ഞാൻ ചോറൊക്കെ വേഗം വെച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോൾ തന്നെ. അപ്പോൾ പിന്നെ ചോറും കറി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മീൻ പൊരിച്ചതും കൂട്ടി നല്ലൊരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട്. മീനൊക്കെ എന്താ പറയുക, കേടെന്നോ ചോദിച്ചാൽ ഈ നല്ല തടിച്ച മീനുകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല മുരിയാത്തത്, അത് കേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നേ. മറ്റേതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായിട്ട് കിട്ടിയതുകൊണ്ടേ ഭയങ്കര രസം തോന്നി കേട്ടോ. മാന്തളിനൊക്കെ ഒരു പ്രത്യേക രസമായിരുന്നു. പിന്നെ വായൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് ആ വായൻ്റെ ഇലയുടെ ഒരു ടേസ്റ്റും കിട്ടിയിരുന്നു. പിന്നെ നമ്മൾ ചൂടാക്കിയിട്ട് ഒന്നും കൂടി മുരിച്ചെടുത്തപ്പോൾ നമുക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. നമ്മൾ ചൂടാക്കണതിൻ്റെ മുന്നേ കഴിച്ചപ്പോൾ നല്ലൊരു വായൻ്റെ ഇലയുടെ ഒരു ചുവ വന്നിട്ടുണ്ടായിരുന്നു, അല്ലാതെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഇതാ പൊരിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പൊരിക്കണ അവിടെ തന്നെ ഇരുന്ന് തിന്നിയാനുണ്ടോ. മറ്റവർക്കൊക്കെ പിന്നെ ചോറും കൂട്ടാനായിട്ട് ചോറും വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നുള്ളൂ ചായ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ചോറ് വേണ്ട, ഞാൻ മീൻ മാത്രം കഴിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ വരുമ്പോഴത്തേന് ഇപ്പാക്കുള്ളത് റെഡിയാക്കിട്ടോ. ഇപ്പാക്ക് ആദ്യത്തേതാക്കിയത് ഞങ്ങൾ കഴിച്ചു. ഇപ്പാനെ ഫോൺ വിളിച്ചിട്ടായിരുന്നു ഇപ്പാടെ റൂമിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ചു കേട്ടോ. മോനും പിന്നെ മീൻ ഭയങ്കര ഇഷ്ടമാണ്. മോനും കാക്കും ചോറൊന്നും മച്ചുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മച്ചുവിന് ഇറച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അനിയും മീൻ കഴിക്കൂല, അപ്പോൾ പിന്നെ ഓന് ഇറച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇറച്ചി മച്ചുവിന് കൊടുത്തു കേട്ടോ. ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓന് വരണ്ടാന്ന് വിചാരിച്ചിട്ട്. എന്താണെന്ന് അസുഖം എന്ന് പറയാൻ അറിയില്ലല്ലോ. പിന്നെ കുറച്ച് മിഠായി ഉണ്ടായിരുന്നേ. എൻ്റെ അനിയത്തി അവളെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ കുറച്ച് മിഠായി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അനിയൻ പോയത് എൻ്റെ അമ്മായിയുടെ മകളെ നിക്കാഹിന് വേണ്ടിയിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ നിക്കാഹിന് അവിടുന്ന് കൊണ്ടുവന്ന മിഠായിയും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മിഠായിയൊക്കെ ഒന്ന് അളിഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് മിഠായി കൊടുത്തയച്ചപ്പോൾ ഭയങ്കര പൊലിവായിട്ടോ. നമുക്ക് വെച്ചിട്ട് കൊടുത്തയച്ചല്ലോ. പിന്നെ ഒരു ചെറിയൊരു പെട്ടിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട്. നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഇവിടുന്ന് കിട്ടാത്ത കുറച്ച് സാധനങ്ങൾ ഞാൻ അമ്മാണ്ട് കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ അതൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇമ്മ വന്നിട്ടില്ല. പെട്ടി പൊളിക്കാറിയുമ്പോൾ കുട്ടികൾക്ക് ഒരു പ്രത്യേക പൊലിവല്ലേ. മച്ചും മോനും 4 ഉറം നിൽക്കായിരുന്നു കേട്ടോ. എന്ത് തേങ്ങ ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് വിചാരിച്ചിട്ട്. പെട്ടി വലുതാണെങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ പെട്ടിയിലുള്ളൂ കേട്ടോ. ഇനി അതും കൂടി ഒന്ന് കാണിച്ചു തരാവേ. പെട്ടിയുടെ ഉള്ളിൽ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നോക്കാം. പെട്ടിയുടെ ഉള്ളിൽ എന്താണെന്നൊക്കെ എനിക്കറിയും, എന്നാലും ഞാൻ പറയാം, നോക്കാം. എന്താ പെട്ടിയുടെ ഉള്ളിൽ ഫസ്റ്റത്തെ സാധനം ചുക്ക് കാപ്പി ഉണ്ട്. അതിപ്പോൾ ഇതെന്താ, ഇതും ചുക്ക് കാപ്പി തന്നെയാണ്. പിന്നെ സാമ്പാർ പൗഡർ, ഇതെന്താ പതിമുഖം, നമ്മുടെ വെള്ളം ചൂടാക്കുക, ഇതും പതിമുഖം തന്നെയാണ്. പിന്നെ ഇതെന്താ, ഇത് മന്തി മസാല, റംസാനൊക്കെ ആവുന്ന നമ്മുടെ സ്പെഷ്യലാണ്. ഇത് മാഗി ക്യൂബുകളുണ്ട്. ഇതെന്താ അച്ചാറ് പൗഡർ, പിന്നെയും കാപ്പിപ്പൊടി കുറച്ചധികം ഉണ്ട്. എന്താ പാക്കറ്റുകളും നിർത്താതി, ഇതും കാപ്പിപ്പൊടി, ഇതൊക്കെ കാപ്പിപ്പൊടികളാണ്. ഇത് 13 പാക്കറ്റുകൾ. ഇതിപ്പോൾ എന്താ, ഇത് പപ്പടമാണ്, പപ്പടം. പിന്നെ ഇത് നമ്മുടെ മറ്റേ മന്തിയുടെ അരി ഉണ്ടല്ലോ, അരി. പിന്നെ വെളിച്ചെണ്ണ, നിങ്ങളെ എണ്ണാച്ചലൊക്കെ കഴിഞ്ഞു പോകണം. അപ്പം ഇനി അത് തൂമിക്കാൻ ഇതിനൊക്കെ നമുക്ക് നോമ്പൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇതും തുറന്നാക്കും. പിന്നെ ചക്കക്കുരു, ഈ ചക്കക്കുരു ഉണക്കണം. ഇതെന്താ, പൂള
ഇത് പൂളുണ്ട്, പിന്നെ പിന്നുള്ളത് കൂർക്കയാണിത്. കൂർക്ക ഒക്കെ നല്ല വെള്ളം നനവുണ്ട്, വേർത്തിട്ട്. കൂർക്കുണ്ട്. പിന്നെ ഇപ്പം ഇതെന്താ, ഉണക്കമീനാണ്. കൂർക്ക അടച്ചള മറ്റേ എന്തെടുക്കും, ഉണക്കമീൻ പൊട്ടിച്ച് ഇതൊക്കെ ഒക്കെ ഇതായിട്ടുണ്ടാവും, വെള്ളം വന്നിട്ടുണ്ടാവും. ഉപ്പ് എന്താ മുള്ളന്, ഈ മച്ചൊക്കെ വരണ്ട മീനാണ്, മുളക്കുള്ളൂ. മുള്ളനുണ്ട്. പിന്നെ ഇപ്പം ഇതെന്താ മാന്തളം. ഇത് മാന്തളമുണ്ട്. കെട്ട് കഴിച്ചാൽ കിട്ടൂല, അത് കുതിർന്നത്. അത് സ്രാവ് കഷ്ണം കെട്ടിക്കുന്നു. റിസ്ക്കില്ല. പിന്നീട് പൊരിക്കുക, കഴിക്കുക. എന്താ മമ്മം നല്ല ഉണങ്ങിയതാട്ടോ. അതുകൊണ്ട് വല്ലാണ്ട് എനിക്ക് ഉണക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഉണ്ടാവില്ല. അവിടെ വെക്ക് ചുക്കപ്പിന്നെ. ഇനിയപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഉള്ളത് മാന്തൾ. പിന്നെ ഉറപ്പല്ല, മുള്ളന് സ്രാവ് ഇതിലുണ്ടെങ്കിൽ മാന്തൾ തന്നെ ഞാൻ എടുത്തു. മാന്തളല്ലേ, മാന്തൾ കുറച്ചധികമുണ്ട്. വാവ്, ഇല്ലേ വെച്ചോ? വാവ്, എന്താത്? മീന്, ഉണക്കൽ മീൻ, ഡ്രൈ ഫിഷ്. എന്താണ് ഫിഷ് അല്ലത്? ഇത് മച്ചുവിന് കൊടുക്കാതെ ഞാൻ മാത്രം തിന്നും. ഇതും ഞാൻ തിന്നും, ഇതും ഞാൻ തിന്നും, ഇതും ഞാൻ തിന്നും. മച്ചുവിന് തരില്ല. അപ്പൊ ഇതാ ഇത്രയും മീനാട്ടാ ഉമ്മ കുടിന്ന് കൊടുത്തയച്ചിട്ട്. ഇനി ഇതാ അടുത്തത് ചക്കക്കുരു ആണ്. ചക്കക്കുരു ഇമ്മമ്മയുടെ മാപ്പിളക്ക് വേണ്ടി കൊടുത്തയച്ചിട്ട്. അത് കട്ടയിച്ച മറ്റു ചക്കക്കുരു എന്ത് തേങ്ങ വെച്ചിട്ട് കടിച്ചാണ്. സത്യം പറഞ്ഞ ഈ ചക്കക്കുരു തോല് കളയാൻ കൂടി അറിയില്ല. അറിയോ? ആദ്യം ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് അധികം ഉണ്ട്. അതുകൊണ്ട് പഠിച്ചു വരുമ്പോഴത്തേനും എന്തായാലും പഠിക്കാനുള്ളതുണ്ട്. ഇനി പപ്പട, ഞങ്ങൾക്ക് പപ്പട ചോറും ഉണക്കമീനൊക്കെ തിന്നണം. ഇനി പൂളയും അതേപോലെ കൂർക്കയും. അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.